അല്ല, അതാണ് ഈ പറയുന്നത്. അവർ പറയണേ ഞങ്ങൾ ഈ 100 ചില്ലാനം ആളുകളെ പേരിൽ പോലീസ് എഫ്ഐആർ ഇട്ട സ്വർണം കള്ളക്കടത്തിൽ കേസിട്ടതിൽ 25 പ്രതികളെ ഞങ്ങൾ വിളിച്ചു ചോദ്യം ചെയ്തു. അവർ തന്ന മൊഴികൾ ഇന്നതാണ്, ഇതിൽ അടിസ്ഥാനമില്ല, അവർ കൊണ്ടുവന്ന സ്വർണം അതേ അളവിൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു പ്രതിയിൽ പറഞ്ഞോ? അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ അവർ നടത്തിയോ? അങ്ങനെ ആരെയും ചോദ്യം ചെയ്തോ? അതിനെക്കുറിച്ച് വല്ലതും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? അവിടെയല്ലേ വിഷയം കിടക്കുന്നത്. മരമുറി ക്ലീൻ ചീട്ട് കൊടുത്തല്ലോ. എന്താ മരമുറിയിലുള്ളത്? മരം മുറിച്ച് ലേലത്തിനെടുത്ത വ്യക്തിയെ SP ഓഫീസിലേക്ക് വിളിച്ചിട്ടാണ് വിജിലൻസ് മൊഴിയെടുത്ത്. അദ്ദേഹം പറഞ്ഞു 1 കിലോമീറ്റർ അപ്പുറത്തല്ലേ ക്യാമ്പ് ഓഫീസ്, ഞാൻ അവിടെ എന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകൂ, ഞാൻ മുറിച്ച മരത്തിന്റെ കുറ്റികൾ ഞാൻ കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കൊണ്ടുപോയില്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ടുപോയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് തെളിവ് കിട്ടുക? റിദാൻ ബാസിൽ കേസ്, എടവണ്ണ കേസ്, അവിടെ വന്നത് റീഇൻവെസ്റ്റിഗേഷൻ നടത്താൻ SIT ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എടവണ്ണ പോലീസിനെ കൊണ്ട് കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന മഞ്ചേരി സെഷൻസ് കോടതിയിൽ ഒരു അപ്ലിക്കേഷൻ എഴുതിച്ചു. എന്താ അപ്ലിക്കേഷൻ? ഞങ്ങൾക്കിത് ഒന്നും കൂടി പുനരന്വേഷണം നടത്തണം. ഈ റിദാൻ ബാസിന്റെ കയ്യിലുണ്ടായിരുന്ന ഫോണ് കൈവശപ്പെടുത്താനാണ് സുജിത് ദാസ് ഈ സംഘത്തെ അങ്ങോട്ട് അയച്ചത്. ആ ഫോണിൽ പല തെളിവുകളും സുജിത് ദാസിനെതിരെ ഉണ്ടായിരുന്നു. ആ ഫോണേ കിട്ടിയില്ല പോലീസിന്. അപ്പൊ രണ്ടാമത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ പരിധിയിൽ ഇത് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? എടവണ്ണ പോലീസ് വന്നിട്ട് ജില്ലാ കോടതിയിൽ ഒരു അപ്ലിക്കേഷൻ ഇട്ടു. ആ ഫോണിനെ കുറിച്ച് ചില സൂചനകൾക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ അന്വേഷിക്കാനുള്ള സമയം നീട്ടിത്തരണം. ഈ പറയുന്ന റിപ്പോർട്ട് കൊടുത്ത കേസ് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വിചാരണയിലേക്ക് കൊടുത്ത കേസിനെ ഇങ്ങനെ അട്ടിമറിച്ചത്. മാമി കേസ് ഇപ്പൊ തന്നെ ആലോചിക്കൂ, വല്ല തെളിവുണ്ടോ? ഇപ്പൊ IG തന്നെ പറഞ്ഞിരിക്കുന്നു, കേസ് അന്വേഷിച്ച ആദ്യത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ വലിയ വീഴ്ച വരുത്തി, CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തില്ല, അതുകൊണ്ട് അവരുടെ പേരിൽ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് പോലീസിൽ IG ഇപ്പൊ വിജിലൻസിന്റെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ എവിടെയാണ് വാസ്തവ വിരുദ്ധത? എല്ലാത്തിനും ബേസ്ഡ് ഉള്ളത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. പക്ഷെ അത് ആ രീതിയിൽ അന്വേഷിക്കാതെ അൻവർ തന്ന സ്റ്റേറ്റ്മെന്റിന് തെളിവില്ല, തള്ളി എന്ന് പറയാം. ഓക്കെ, ദേ ക്യാൻ ഡു ഇറ്റ്, കാരണം ഭരണം അവരുടെ കയ്യിലാണ്. പക്ഷെ ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ജനമാണ് ഇതിന്റെ മുകളിൽ ഇനി തീരുമാനം എടുക്കേണ്ടത്. കോടതിയിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് എത്രത്തോളം പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമ്മൾ ഇനി പരിശോധിക്കേണ്ട കേസാ. കാരണം കോടതി പുനരന്വേഷണത്തിനും പറഞ്ഞാലും ഈ ഗവൺമെന്റിന്റെ ഈ ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഇനിയും അന്വേഷിക്കാൻ പോകുന്നത്. അതിൽ സ്വത്ത് സമ്പാദനത്തിന്റെ മാത്രം കാര്യമാണ് നമുക്ക് രേഖാപരമായി കൊടുക്കാൻ കഴിയും. അത് കൊടുത്തിട്ടുണ്ട്, അത് കോടതിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് കോടതി നടപടി സ്വീകരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വിജിലൻസ് പറയുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ വിജിലൻസിനെ ഏതെങ്കിലും അദൃശ്യ ശക്തി നിയന്ത്രിച്ചിരുന്നോ? ഇങ്ങനെ ഒരു റിപ്പോർട്ട്, അതായത് MR അജിത് കുമാറിനെ ചോദിക്കേണ്ട അദൃശ്യ ശക്തി അങ്ങനെ ഇങ്ങനെ ഒന്നും പറയേണ്ടതില്ല. ഇത് വളരെ കൃത്യമായിട്ട് കേവല ബുദ്ധിയില്ല, കോമൺ സെൻസ്, സ്വബോധമുള്ള കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലാവുന്നതല്ലേ. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് നിയന്ത്രിക്കുന്നത്. ആ വകുപ്പിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയല്ലേ. അദ്ദേഹം തന്നെ ക്ലീൻ ചീറ്റ് ആദ്യം കൊടുത്തു, എന്നിട്ടാണ് നിങ്ങൾ അന്വേഷിച്ചെന്ന് പറയുന്നത്. നിങ്ങളെന്താ അതിലേക്ക് വരാത്തത്? അതാണ് ഇതിന്റെ വിഷയം, അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം. അതായത് MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയതിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ട് എന്നാണോ താങ്കളുടെ ആരോപണം? അന്വേഷണത്തിന് മുമ്പേ മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് കൊടുത്തല്ലോ. അദ്ദേഹം സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. ഈ ഉദ്യോഗസ്ഥന്മാരോട് അദ്ദേഹം പബ്ലിക്കായിട്ടില്ലേ 3.5 കോടി ജനങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ പറ്റീഷൻ കൊടുത്ത് അതിന്റെ അന്വേഷണം തുടങ്ങിയ ഒരാഴ്ച കൊണ്ട് പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടുണ്ടെന്ന് ഉറപ്പല്ലേ? അതിലെന്താ തർക്കം? ആർക്കാ മനസ്സിലാവാത്തത്? ഭക്ഷണം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ?